So today we are starting free electron theory of solids, to be specific, free electron theory of metals. ഇതൊരു ക്ലാസിക്കൽ തിയറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഡ്രൂഡ് ലോറൻസിന്റെ ക്ലാസിക്കൽ തിയറിയാണ്. ഡ്രൂഡ് ലോറൻസ് ശരിക്കും ഡ്രൂഡ് ഏകദേശം 1900-ൽ he postulated that metal consists of positive ion cores. ശരിയാണല്ലോ, metal consists of positive ion cores. Lattice positive ion cores ഉണ്ട് and valence electrons with some valence electrons moving freely among these cores. With the free valence electrons. ഇങ്ങനെയാണ് മെറ്റൽസ് എന്നുള്ള കാര്യം പോസിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺസ് they are bound to move within a metal due to electrostatic attraction between positive ion cores and electrons. ഇതിനകത്ത് ഈ ഇലക്ട്രോൺസ് അവർ അയൺ കോഴ്സ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ ഇവര് ഫ്രീ ഇലക്ട്രോൺസ് ആണ്, വാലൻസ് ഇലക്ട്രോൺസ്. പൊട്ടൻഷ്യൽ ഫീൽഡ് ഓഫ് ദീസ് അയൺ കോഴ്സ് they are assumed to be constant. അപ്പൊ ഇതിന്റെ അകത്ത് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് it is either zero or constant ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് ഇവർ ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സീറോ ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ, അതായത് ചേഞ്ചിങ് പൊട്ടൻഷ്യൽ അസ്യൂം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ബിഹേവിയർ ഓഫ് ദിസ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ മെറ്റൽ ഇറ്റ് ഈസ് അസ്യൂം ടു ബി സിമിലർ ടു ദാറ്റ് ഓഫ് പെർഫെക്റ്റ് ഗ്യാസ്. അതായത് ഗ്യാസിനെ കണ്ടെയ്നർ ആ ഒരു രീതിയിലാണ് ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ അവരുടെ ബിഹേവിയറും കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് മോഡൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം വാലൻസ് ഇലക്ട്രോൺസ് that are free in the metal, they are similar, they were considered similar to a perfect gas in a container. Okay, പക്ഷെ ഇത് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്താ, ഗ്യാസിന്റെ ചാർജ് ഇല്ല, എന്നാൽ ഇലക്ട്രോൺസിന്റെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഗ്യാസ് എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ അത്ര ഒരുപാട് കൂടുതല, പക്ഷെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഈസ് quite large compared to concentration of molecules in a gas. The valence electrons are also called conduction electrons and obey Pauli's exclusion principle. ഈ നമ്മുടെ ഇലക്ട്രോൺസ് ഡേസ് എന്തുകൊണ്ടാ മെറ്റൽസ് വരുമ്പോഴത്തേക്കും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ശരിക്കും പറഞ്ഞാൽ coincide ചെയ്തിരിക്കുന്നത്. Valence electrons are also conduction electrons and they obey Pauli's exclusion principle. And these electrons are responsible for the conductivity. ശരിയാണല്ലോ, കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ആണ് ഈ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്, they are responsible for the conductivity. Since the conduction electrons move in a uniform electric field, their potential remains constant and is normally taken as zero. അപ്പൊ നമ്മൾ പറഞ്ഞ ഫ്രീ ഇലക്ട്രോൺസ് ഫ്രീ ആണ്, അതായത് വാലൻസ് ഇലക്ട്രോൺസ് ഫ്രീ ആണ്. അപ്പൊ അവര് ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ, കാരണം അവര് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ ശരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. they experience uniform മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് തന്നെ പറയുന്നതാണ്. കാരണം മാഗ്നറ്റിസം വരുന്നില്ല. ഇപ്പൊ ശരിക്കും ക്ലാസിക്കൽ തിയറിക്കകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ഹെൻസ് പൊട്ടൻഷ്യൽ it is either a zero or a constant. ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ആണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിന് V0 എന്ന് വേണമെങ്കിൽ വിളിക്കാം. V0 പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് ചെയ്യും. സോ ദിസ് V0, അപ്പം ഇവര് ഇപ്പം മെറ്റൽ ഇത്രയാണ് മെറ്റൽ എന്ന് വിചാരിക്കുക. അപ്പൊ മെറ്റലിന്റെ പൊട്ടൻഷ്യൽ ശരിക്കും പറഞ്ഞാൽ കുറവാണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. കാരണം these electrons, these movement of the conduction electrons are restricted within the crystal only, and the potential energy of a stationary electron inside the metal is less than the potential energy of an identical electron outside. അതായത് അവര് മെറ്റൽസിലുള്ള ആ ഫ്രീ ഇലക്ട്രോൺസ് they prefer to be inside the metal. എന്തുകൊണ്ടാ, അവരുടെ പൊട്ടൻഷ്യൽ കുറവായതുകൊണ്ട്. അപ്പൊ ഇതിപ്പോ ഇതാണ് മെറ്റൽ എന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഇതിന്റെ അകത്ത് ഒരു ഇലക്ട്രോൺ ഇരിപ്പുണ്ട്. അപ്പൊ അവരുടെ പൊട്ടൻഷ്യലി പുറത്ത്, മെറ്റലിന്റെ പുറത്ത് ഒരു ഇലക്ട്രോൺ എന്ന പൊട്ടൻഷ്യലെക്കാട്ടിലും ഈ V0 ടൈംസ് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ പൊട്ടൻഷ്യൽ വെള്ളിലിരിക്കുന്ന രീതിയിലാണ് നമ്മൾ മെറ്റൽസിലെ ഇലക്ട്രോൺസിനെ കൺസിഡർ ചെയ്യുക. ഫ്രീ ഇലക്ട്രോൺ തിയറിയുടെ മെയിൻ അസംഷൻ എന്ന് പറഞ്ഞാൽ these free electrons or conduction electrons experience a uniform electrostatic field and they are in a potential constant or zero potential.
അതാണ് ഇതിന്റെ ഒരു മെയിൻ അസംഷൻ എന്ന് പറഞ്ഞാൽ. ഇത് ഡ്രൂഡിന്റെ അസംഷൻ ആണ്. സോ ബേസ്ഡ് ഓൺ ദിസ് ഡ്രൂഡ്സ് കൺസിഡറേഷൻ ഇലക്ട്രോൺ ഗ്യാസ് ബിഹേവ്സ് ആസ് എ പെർഫെക്റ്റ് ഗ്യാസ് ആണല്ലോ. അങ്ങനെ ശരിക്കും ലോറൻസ് പ്രൊപ്പോസ് ചെയ്യുമായിരുന്നു. So Lorentz postulated in 1909 that electron constituting the electron gas would be Maxwell-Boltzmann statistics. Drude പറഞ്ഞത് these experience a constant potential and they behave like a perfect gas. Lorentz postulated that they obey Maxwell-Boltzmann statistics. Okay, under equilibrium condition, under equilibrium. Now, this combined idea of Drude and Lorentz is called Drude-Lorentz theory. So, this is a classical theory. Now, the theory is based on the classical ideas of Maxwell-Boltzmann. It is called a classical theory. This is a classical theory, Maxwell-Boltzmann. So, this is a classical theory. Now, the theory has been successfully applied to explain the various properties of metals. And the conductivity, Ohm's law, prove helpful. The free electrons in the metal move in random directions and do not constitute a current until an electric field is applied across the metal. So, this is electric field apply electric field free electrons accelerated at current particular direction. It will move in these charge particles move in a particular direction and constitute a current. The electrons, however, cannot be accelerated indefinitely. During their motion, electrons suffer elastic collision with the metal ions, which slow down their speed. So, if they accelerate, positive ion course collide the speed. Now, this gives rise to steady state current of magnitude proportional to voltage. Current proportional to voltage. Because voltage is that electric field apply. Electric field apply these free electrons are accelerated and indefinite accelerated the speed they are moderated by the collision between the electrons and the positive ion cores. So, a collision speed constant speed steady state current and that current is proportional to the voltage applied. Ohm's law now, since the electrons move freely inside the metals, irrespective of crystal structure, crystal structure electrical conductivity, ratio of electrical conductivity to thermal conductivity. Sigma by K, that is a constant. This is Weidmann-Franz law. This is free electron theory predict. This theory also explains the high lecture and complete opacity of metals. The opacity is due to the absorption of all incident electromagnetic radiation by free electrons, which are set into forced vibration. Metals in the opacity that is due to. So, we will explain the opacity of metals. And photons, electromagnetic radiation, they are absorbed by the electrons, absorbed by free electrons due to and they are set into forced oscillation. So, free electrons incident electromagnetic wave absorb transmit transference opaque. So, these electrons return to their normal state by emitting the same amount of energy in all directions, thus producing metallic luster. Now, besides these success, the theory also met with the number of failures. Free electron theory success in they could explain the conductivity of metals. So, conductivity Ohm's law explain Weidmann-Franz law opacity of metals explain
opacity they absorb by free electrons, electromagnetic wave absorbs the electrons, and this energy is released, emitted in all directions. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെറ്റാലിക് ലസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തിളക്കമുണ്ടല്ലോ, ശരിക്കും മെറ്റൽസ് വെട്ടമടിക്കുമ്പോൾ നല്ല തിളക്കമില്ലേ, ദാറ്റ് ഈസ് ഡ്യൂ ടു ദാറ്റ് എമിഷൻ ഓഫ് ദാറ്റ് അബ്സോർബ്ഡ് എനർജി ബൈ ദീസ് ഫ്രീ. ഈ ഒരു സക്സസ്ഫുൾ എക്സ്പ്ലനേഷൻസ് കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായി. അതായത് ഒന്നാമത് റെസിസ്റ്റിവിറ്റി വേരിയേഷൻ, മെറ്റൽസിന്റെ റെസിസ്റ്റിവിറ്റി വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. ഇത് ഈ സക്സസ്ഫുൾ എക്സ്പ്ലനേഷന് പകരം ഉണ്ടെങ്കിലും തന്നെ ഇതിന്റെ ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട്. അതായത് ഇതിന്റെ റെസിസ്റ്റിവിറ്റി വേരിയേഷൻ, മെറ്റൽസിന്റെ റെസിസ്റ്റിവിറ്റി വേരിയേഷൻ വിത്ത് ടെമ്പറേച്ചർ, ഇറ്റ് വാസ് പ്രെഡിക്റ്റഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺ തിയറി ആസ് റോ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ആണ്. പക്ഷെ ഇറ്റ് ഈസ് ശരിക്കും പറഞ്ഞാൽ റോ പ്രൊപ്പോർഷണൽ ടു ടി ആണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ശരി. അപ്പം അതിന്റെ പ്രൊഡിക്ഷൻ തെറ്റിപ്പോയി. പിന്നെ പാരാമാഗ്നറ്റിസം എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ഹീറ്റ് കപ്പാസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൊക്കെ ഫ്രീ ഇലക്ട്രോൺ തിയറിക്ക് ഫെയിലിയേഴ്സ് ഉണ്ടായി. പാരാമാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കണ്ടു, അതിന് കറക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഹീറ്റ് കപ്പാസിറ്റി പ്രഡിക്ഷനിലും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ഫെയിലിയേഴ്സ് കാരണം നമുക്ക് പിന്നെ അടുത്ത തിയറിയിലോട്ട് വരേണ്ട ഒരു ആവശ്യം വരുവാണ്. ഇത് കൂടാതെ ശരിക്കും ഇതിന് ലോങ് മീൻ ഫ്രീ പാത്ത്, അതായത് ഇലക്ട്രോൺസിന്റെ മീൻ ഫ്രീ പാത്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിലും ഈ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറിക്ക് ശരിക്കും ഒരു ഫെയിലിയർ ആയിരുന്നു. അപ്പം ഈ ക്ലാസിക്കൽ ഫീൽഡ് തിയറി എന്ന് പറഞ്ഞാൽ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോളോ ചെയ്തുകൊണ്ടാണല്ലോ. അപ്പൊ ഇത് വെച്ചോണ്ട് തന്നെ ശരിക്കും ഹീറ്റ് കപ്പാസിറ്റിയും പാരാമാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും ഒന്നും തന്നെ കൃത്യം വാല്യൂ കിട്ടുന്നില്ല. സോ സോമർഫീൽഡ് ആക്ച്വലി അപ്ലൈഡ്, ഇത് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, he applied quantum statistics. അതായത് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്തു. ഇപ്പം കാരണം ഇലക്ട്രോൺസ് ആണല്ലോ, അപ്പൊ ഫെർമിയോൺസ് ആണ്. ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്ത് തിയറി ഉണ്ടാക്കി. അപ്പം ശരിക്കും ഹീറ്റ് കപ്പാസിറ്റി സസെപ്റ്റിബിലിറ്റിക്ക് ഏകദേശം ഒരു കറക്റ്റ് വാല്യൂ കിട്ടുന്ന രീതിയിലായിട്ടാണ്. സോമർഫീൽഡിന്റെ തിയറി എന്ന് പറഞ്ഞാൽ he applied the Fermi Dirac statistics rather than the classical Maxwell Boltzmann statistics on the free electron theory. ബാക്കി തിയറി അതുപോലെ തന്നെ, അതായത് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ അതൊക്കെ തന്നെ, പക്ഷെ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്താണ്. ഓക്കെ, so this is the introduction of free electron theory.